ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂന്തൽ നിറച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കൂന്തൽ ആദ്യം ക്ലീൻ ചെയ്ത് ആ പുറത്തെ തൊലി കൈവച്ചത് ഇതൊക്കെ തന്നെ വരും. അതിന് ശേഷം ഉള്ളിലത്തെ ബ്ലേഡ് പോലത്തെ സാധനം അതും കൈവച്ച് വലിച്ചു കഴിഞ്ഞാൽ വരും. എന്നിട്ട് ഉള്ളിൽ നമ്മൾ നന്നായി ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് തലയുടെ ഉള്ളിൽ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു കറുത്ത സാധനം കാണാം, അതെടുത്ത് കളയുക. പിന്നെ ഈ നീണ്ടു കിടക്കുന്ന സാധനം മുറിച്ച് കളയുക. ഇത്രയേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ട് വാഷ് ചെയ്യാം. ഇനി കൂന്തൽ ഇങ്ങനെ മുറിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തൊലി കളഞ്ഞതിന് ശേഷം സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിന് പീസാക്കി എടുക്കാം. ഇപ്പം എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വയർന്ന് ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലോട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, എരിവുള്ള മുളകും പൊടി കുറച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം കാശ്മീരി ചില്ലിയും കുറച്ച് ആഡ് ചെയ്യുക കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണം പോകുന്ന വരെ വഴറ്റുക. എന്നിട്ട് ഇത് എത്ര വഴറ്റാൻ പറ്റുന്നോ അത്രയും ബ്രൗൺ നിറാക്കി എടുക്കുക. കരിയാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ആ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു മൺചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ ഉള്ളിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് വേണമെങ്കിൽ സ്പൂൺ വെച്ച്, കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ചാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്ക് ആ കൂന്തലിൻ്റെ ആ അറ്റം വരെ നമുക്ക് നിറയ്ക്കാൻ പറ്റും. എന്നിട്ട് ഈ വായയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ടൂത്ത് പിക്ക് വെച്ച് കവർ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല. ഇതുപോലെ ആയിരിക്കുന്ന മുഴുവനും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ആ തലക്കല്ലിലിട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു ½ കുക്ക് ചെയ്യണം. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒരു സൈഡും കൂടി മറിച്ചിടുക. അതിനുശേഷം മൂടി വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇതായിട്ടുണ്ട്. ഇതുപോലെ ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂന്തൽ നിറച്ചത് റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ട ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല വറ്റി വന്നതുപോലെ ഇരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.